ശ്ലീഹർ തൻ തലവൻ ശീമോനോടായി നാഥൻ കഹനുസായെ പ്രതി ചൊന്ന വചനം മതിരമ്യം. പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവന്റെ നാസാരന്ധ്രങ്ങളിൽ ജീവന്റെ ശ്വാസം ഊതിക്കയറ്റിയ ദൈവം അവന്റെ സ്നേഹത്തിന്റെ നിറകുടമായ മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരായ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ആഗ്രഹം. എന്റെ പിതാവ് ഇഷ്ടപ്പെടുന്നത് പുത്രനെ നോക്കിക്കൊണ്ട് പിതാവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതലുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ നാം വായിക്കുന്നത് കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചാണ്. അവിടെ ആ പ്രാർത്ഥനയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ്. ദൈവത്തിന്റെ ആഗ്രഹം സ്വർഗത്തിലിരിക്കുന്ന ആ സന്തോഷവും സമാധാനവും ആഹ്ലാദവുമെല്ലാം ഭൂമിയിലും ഉണ്ടാകണമെന്നാണ്. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവികമായ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഒത്തിരി ഉത്തേജിപ്പിക്കുന്നതാണ് ഈ വേദഭാഗം. അവിടെ ഇങ്ങനെ പറയുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, യു പ്രേ കോൺസ്റ്റന്റ്ലി. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. ദൈവം തന്ന സകല ദാനങ്ങൾക്കും വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദിയോടന്തം വായിച്ചാൽ അതിൽ 16 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. മനുഷ്യൻ സന്തോഷവാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഈ വേദഭാഗം വളരെ മനോഹരമായി വരച്ചു കാണിക്കുന്നത്. രണ്ടാമത് പറയുന്നത് യു പ്രേ കോൺസ്റ്റന്റ്ലി. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക, പ്രകൃതിയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, മനുഷ്യവംശത്തിന്റെ ശ്രേയസിന് വേണ്ടി പരിശ്രമങ്ങളെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, അവരന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്ന അവസ്ഥ സംജാതമാവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, നിന്നുപോകാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് മനുഷ്യന്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതെന്ന് കൂടി ശ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയില്ലാത്ത ജീവിതം
അർത്ഥരഹിതമാണെന്ന് കൂടെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി അപ്പോസ്തലൻ പറയുന്നു, സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദുഃഖങ്ങളോ ദുരിതങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ, നനച്ചിരിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളോ ആകുലതകളോ നിങ്ങളെ തകർത്തേക്കാം. എന്നാൽ സകലവും ദൈവം അറിഞ്ഞാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും സംഭവിക്കുന്ന സകലതിന്റെയും പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സഹനശേഷി, കൂടുതൽ സമചിത്തതയോടെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എപ്പോഴും സന്തോഷിക്കുന്ന ദൈവമക്കളായിരിക്കാൻ, എപ്പോഴും പ്രാർത്ഥനയുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹീത മക്കളായിരിക്കാൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലത്തെ പ്രതിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നല്ല വിശ്വാസി സമൂഹമായിരിക്കാൻ നമുക്ക് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇയ്യോബ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്ന സഹനത്തിന്റെയും ക്ഷമയുടെയും അനുഗ്രഹത്തിന്റെയും പാഠങ്ങൾ എത്ര വലുതാണ്. എത്രയോ പേരുടെ ജീവിതങ്ങളാണ് ദുഃഖപൂരിതമായി തീർന്നത്. ദുരന്തങ്ങളും ദുരിതങ്ങളും തകർത്തിട്ടും ദൈവാശ്രയത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തിൽ ആഹ്ലാദിക്കാൻ, പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകാതെ സകലത്തിനു വേണ്ടി സ്തോത്രം ചെയ്തത് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, വിജയപൂർവ്വം അവയോട് പോരാടാൻ ദൈവം നമ്മുടെ ആത്മശക്തി വർദ്ധിപ്പിച്ച് തരും. ദൈവകൃപയുടെ തണലിൽ നമുക്ക് മുന്നോട്ട് പോകാം. പരമകാരുണ്യവാനായ ദൈവം നമ്മെ ശക്തിപ്പെടുത്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശ്ലീഹർത്തൻ തലവൻ ശീമോനോടായി നാഥൻ കഹനുസായെ പ്രതിചൊന്ന വചനം മതിരമ്യം. നിന്നെ ഞാനെൻ കാര്യസ്ഥ സ്ഥാനത്താക്കി ബന്ധനമോചന താക്കോലുകൾ നിൻ കൈയിൽ നൽകി. ശ്ലീഹർത്തൻ തലവൻ ശീമോനോടായി നാഥൻ കഹനുസായെ പ്രതിചൊന്ന വചനം